ഞാൻ നന്ദിയുള്ളവനായിരിക്കും. കാരണം റേഷൻ അവിടെ നിന്നാണ് വരുന്ന മക്കത്തേക്ക്, അത് മദീനത്തേക്ക് എനിക്ക് കിട്ടും. നിനക്ക് എന്ത് സമ്പത്ത് വേണമെങ്കിലും ചോദിച്ചോളിൻ, എത്ര വേണമെങ്കിലും തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറയാണ്ട് പോയി. രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം ഇത് തന്നെ, നല്ല ഭക്ഷണം തിന്നാൻ കൊടുക്കുക, നിസ്കാരം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇങ്ങനെ ചോദിക്കുക. നാലാമത്തെ ദിവസം രാവിലെയും ഇതേ ചോദ്യം ചോദിച്ചു, ഇതേ മറുപടി. റസൂലുള്ളാഹി പറഞ്ഞു സഹാബാക്കളോട്, അത്ലിഖൂ, കയറൂരിറ്റി വിട്ടേക്ക്, സുമാമ പോയിക്കോട്ടെ. സഹാബാക്കൾ എന്തും വിട്ടു. ഒരു ദൂതന്മാരെ കൊന്ന് യുദ്ധപ്രഖ്യാപനം നടത്തിയ രാജാവിനെ കൈമ കിട്ടിയിട്ട് ഇങ്ങനെ വിടുക. സഹാബാക്കൾ ഇയാളെ പോക്ക് നോക്കി നിൽക്കുകയാണ്. ഇയാള് പള്ളിയിൽ നിന്നിറങ്ങി മദീനത്തെ പള്ളിന്റെ അപ്പുറത്തെ ഭാഗത്തൊരു കുളത്തിൽ പോയി, കിണറിൽ അവിടുന്ന് കുളിച്ചു, അതേപോലെ തിരിച്ചു വന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. റസൂലുള്ളാഹി പ്രസംഗിച്ചിട്ടില്ല, റസൂലുള്ള വാൾ പിടിച്ചില്ല, സുമാമ മുസ്ലിം ആവണമെന്ന് പറഞ്ഞില്ല. പിന്നെന്തായിരിക്കും സുമാമ കണ്ടിട്ടുണ്ടാവുക? ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അഖ്ലാഖ്, ആ പള്ളി നിസ്കരിക്കാൻ വരുന്ന സഹാബാക്കളുടെ സ്വഭാവം, അവരുടെ രീതി, മര്യാദ, ഇത് 3 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സുമാമ പറയാൻ, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മുഖം നിങ്ങളുടെ മുഖമായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖം നിങ്ങളുടെ മുഖമാണ്. ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും വെറുപ്പ് നിങ്ങളുടെ നാട്ടിനോടായിരുന്നു. ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ നാടാണ്. ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും വെറുപ്പ് നിങ്ങളുടെ ദീനായിരുന്നു. ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളുടെ ദീനാണ്. അഖ്ലാഖ്, നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, നമ്മളുടെ ഇടപെടൽ, അത് ദഅവത്തിന്റെ കടിഞ്ഞാണാണ്. വളരെ പ്രിയപ്പെട്ട മടക്കേരിയിലെ മുഅ്മിനീങ്ങളെ, മുവഹ്ഹിദുകളെ, സ്വഭാവം നന്നാക്കണം, വർത്താനം നന്നാക്കണം, മനുഷ്യന്മാരുള്ള ഇടപെടൽ നന്നാക്കണം, ആളുകളെ പരിഗണിക്കണം, ആളുകളോട് ചിരിക്കണം, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം, ആളുകളുടെ കൂടെ വന്നിരിക്കണം, അവരോട് വർത്താനം പറയണം, അവരിൽ ഒരാളാവണം. നമ്മൾ ആ രീതിയും അദബും മര്യാദയും സൂക്ഷ്മതയും കണ്ടിട്ട് അവർക്ക് മൻഹജിനോട് ഇഷ്ടം തോന്നണം. അല്ലാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ.